എമ്പുരാൻ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. നോക്കാം വിശദമായി. ആദ്യം തലക്കെട്ടുകൾ. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി മോഹൻലാൽ. മനോവിഷമം ഉണ്ടാകാൻ ഇടയായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റ്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നും വിശദീകരണം. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ എമ്പുരാൻ വ്യാഴാഴ്ച പ്രദർശനത്തിനെത്തും. വെട്ടിമാറ്റാത്ത ചിത്രം കാണാൻ തിയേറ്ററിൽ തിരക്കേറി. രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. മുൻ നിലപാട് തിരുത്തി രാജീവ് ചന്ദ്രശേഖർ. ഞാൻ പറഞ്ഞത് സിനിമയായിട്ട് കാണണം. സിനിമേനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ അങ്ങനെ പോണ്ടെന്ന് പറയും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇന്ന് ഇതെല്ലാം കണ്ട് അവരെന്നെ ഇത് മാറ്റുന്നുണ്ട്. 617 കട്ട്സും റീസെൻസർഷിപ്പിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ ആഗ്രഹമില്ല. അത്രേ ഉള്ളൂ. ഒരു ഭാഗവും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സിനിമ കണ്ട് മുഖ്യമന്ത്രി ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന പ്രതികരണം പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്. ലഹരിയോടും അക്രമങ്ങളോടും യുദ്ധം പ്രഖ്യാപിച്ച് കേരളം. വിപത്തുകൾ പിഴുതെറിയാൻ സർക്കാരിനൊപ്പം സാമൂഹിക ഇടപെടലും വേണമെന്ന് മുഖ്യമന്ത്രി. പിവിയെ വേരോടെ അറുത്തുമാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് ആലോചിക്കും. സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ മനുഷ്യരൂപമുള്ള ജീവികളായി മാത്രം മാറുന്നെന്നും മുഖ്യമന്ത്രി. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ റിപ്പോർട്ട് തേടിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മേഘയുടെ വീട് സന്ദർശിച്ചു. ആരോപണ വിധേയനായ സഹപ്രവർത്തകനെ പ്രതി ചേർക്കും. മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകൻ വീട് പൂട്ടി കുടുംബത്തോടൊപ്പം ഒളിവിൽ. ആശമാർക്ക് കൂടുതൽ വേതനം നൽകാൻ KPCC സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും. അധിക വേതനത്തിനുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം നാളെ 50ാം നാളിൽ. ആശമാർ മുടി മുറിച്ച് പ്രതിഷേധിക്കും. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത്. മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ചയും ഒന്നിച്ച് പൊതുയോഗവും. BJP RSS ബന്ധം ശക്തിപ്പെടുത്തൽ സന്ദർശന ലക്ഷ്യം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. എമ്പുരാൻ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടേതുമാണെന്നും വ്യക്തമാക്കിയ മോഹൻലാൽ വിവാദ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്നും അറിയിച്ചു. കലാകാരൻ എന്ന നിലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. TG സജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. സജിത്ത്, ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിൽ എമ്പുരാൻ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണമാണ്. ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു മോഹൻലാൽ. എങ്ങനെ കാണണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ? ആര്യ സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമാണ് എമ്പുരാൻ ടീം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. മറ്റാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മോഹൻലാൽ പ്രതികരിക്കുന്നത് പിഴവ് പറ്റി ഖേദപ്രകടനം നടത്തുന്നു. അതിൻ്റെ ഉള്ളടക്കത്തിൽ പിഴവുകൾ പറ്റുന്നു എന്നതാണ് മോഹൻലാൽ അംഗീകരിച്ചത്. അതുകൊണ്ട് തങ്ങൾ തിരുത്തൽ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് റീ എഡിറ്റ് നടക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ഔദ്യോഗികമായി തന്നെ മോഹൻലാൽ വിശദീകരിക്കുന്നു എന്നതാണ്. ഒപ്പം അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം, തൻ്റെ സിനിമകളെല്ലാം ഏതെങ്കിലും മതവിഭാഗത്തെയോ രാഷ്ട്രീയ പാർട്ടിക്കോ എതിരായ വിദ്വേഷം പറയരുത് എന്ന് തനിക്ക് നിർബന്ധമുണ്ട്. അത് തൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഇതിൽ ചില പിഴവുകൾ പറ്റിയെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ തിരുത്തൽ വരുത്തുന്നു. അത് എമ്പുരാൻ ടീമിൻ്റെ തീരുമാനമാണ് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യം. അങ്ങനെ അത് തിയേറ്ററിൽ എത്തുന്നു എന്നതാണ് മോഹൻലാൽ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, എമ്പുരാൻ വിവാദം ആരംഭിച്ചപ്പോൾ മുതൽ മോഹൻലാൽ എങ്ങനെ ഇതിൽ വന്നുപെട്ടു, മോഹൻലാൽ മുൻകാലങ്ങളിൽ ചെയ്യാത്ത രീതിയിലുള്ള നിലപാട് ഈ സിനിമയിൽ സ്വീകരിച്ചു എന്നതൊക്കെയാണ് വിമർശകർ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച വാദം. എന്തായാലും മോഹൻലാൽ തന്നെ രംഗത്തെത്തി വിശദീകരണം നൽകുന്നു എന്നതാണ്. മോഹൻലാലിൻ്റെ വിശദീകരണത്തിന് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. പക്ഷേ മോഹൻലാൽ ഇനിയും വിശദീകരണം നടത്തണമെന്ന് സംഘപരിവാർ ഗ്രൂപ്പുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പ്രിവ്യൂ കാണാതെയാണ് മോഹൻലാൽ പോയത്. സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് മോഹൻലാലിൻ്റെ ബോധ്യമുണ്ടായിരുന്നോ, ഇക്കാര്യങ്ങൾ കൂടി മോഹൻലാൽ വിശദീകരിക്കണമെന്നതാണ് പറയുന്നത്. എന്തായാലും
ഇതിലൊരു പിഴവ് പറ്റി എന്നത് എമ്പുരാൻ ടീം തന്നെ അംഗീകരിക്കുന്നു എന്നതാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് മോഹൻലാൽ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഇടവെക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്നുകൂടി, ഈ മോഹൻലാലിനപ്പുറം അണിയറ പ്രവർത്തകരിലെ മറ്റാരെങ്കിലും വിശദീകരിക്കാൻ തയ്യാറാകുമോ? പ്രത്യേകിച്ച് ഏറ്റവും വിമർശനം നേരിടുന്ന പൃഥ്വിരാജ് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നതും പ്രസക്തമായ കാര്യമാണ്. മോഹൻലാലിനപ്പുറം ഒരു സിനിമ വിവാദമാകുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട വ്യക്തി അതിൻ്റെ സംവിധായകനാണ്. ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് അത്തരം വിശദീകരണം നൽകിയിട്ടില്ല എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. പൃഥ്വിരാജ് ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ തയ്യാറാകുമോ? മോഹൻലാലിന് പിന്നാലെ മറ്റാരെങ്കിലും അണിയറ പ്രവർത്തകർ എന്ത് വിശദീകരണം നൽകുമെന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അത്തരം വിശദീകരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. എന്തായാലും ചിത്രം റീ എഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് മോഹൻലാൽ ഇപ്പോൾ ഇത്തരം വിശദീകരണം നൽകിയിരിക്കുന്നത് എന്ന് പ്രസക്തമായ കാര്യമാണ്. എന്തായാലും മോഹൻലാലിന് വലിയ പിന്തുണ പൊതുവിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായ വിമർശകർ മോഹൻലാലിൻ്റെ ഈ പ്രതികരണം ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് നിലവിൽ കാണാനാവുന്നത്. സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാതാക്കി എന്നതാണ് റീ എഡിറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ നൽകിയ വിമർശനം. പക്ഷേ മോഹൻലാൽ തന്നെ രംഗത്തെത്തിയതിൽ പിഴവ് പറ്റിയെന്ന് പറയുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മോഹൻലാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം നടത്തിയത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പൃഥ്വിരാജും മുരളി ഗോപിയും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ പ്രതികരണം നടത്തുമോ? ഈ ഖേദപ്രകടനം എന്നുള്ള നിലയിൽ തന്നെ തെറ്റുപറ്റി എന്ന് അംഗീകരിക്കുന്ന തലത്തിൽ തന്നെ പ്രതികരണം നടത്തുമോ എന്നുള്ളതും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും താൽക്കാലികമായി മോഹൻലാൽ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഹേറ്റ് ക്യാമ്പയിൻ അത് ഒരു തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തടയിടാൻ സഹായിക്കും എന്നുള്ളത് കരുതാമല്ലേ? അങ്ങനെ കരുതണം. കാരണം മോഹൻലാലെങ്കിലും വിശദീകരിച്ച പശ്ചാത്തലത്തിൽ ഇതിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായേക്കാം. മാത്രമല്ല അതിൽ ചില സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ടാവാം. കാരണം ചിത്രം ഈ വിവാദത്തിൽ പെട്ടുപോകുമ്പോൾ സാധാരണ രീതിയിൽ അത് തിയേറ്ററുകളിൽ പിന്തള്ളപ്പെടേണ്ടതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റീ എഡിറ്റ് ചെയ്തു വരുമ്പോൾ ഇനി വെട്ടിനീക്കിയ ഭാഗങ്ങൾ ഏതൊക്കെ എന്നത് സ്വാഭാവികമായും ആൾക്കാർക്ക് അറിയാനൊരു ജിജ്ഞാസയുണ്ടാവാം. അതുകൊണ്ട് ആദ്യം സിനിമ കണ്ടവർ പോലും വീണ്ടും തിയേറ്ററിലെത്താനുള്ള സാധ്യതയുണ്ടാവാം. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നവരുണ്ട്. എന്തായാലും ഈ നീക്കങ്ങളൊക്കെ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു എന്നാണ് സാഹചര്യം. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു കാലത്ത് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതൊക്കെ രംഗങ്ങളാണ് വെട്ടിനീക്കപ്പെടുക എന്നതും പ്രസക്തമായ ചോദ്യമാണ്. കാരണം ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം, അതിൻ്റെ ഇതിവൃത്തം, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം, ആ ഉള്ളടക്കങ്ങളിൽ മാറ്റമുണ്ടാകുമോ? അതല്ല ഏറെ വിവാദമായ ചില ഭാഗങ്ങൾ മാത്രമാണോ മാറ്റുക, ചില രംഗങ്ങൾ മാത്രമാണോ മാറ്റുക? ഈ ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ റീ എഡിറ്റിൽ എന്തുൾപ്പെടുന്നു എന്നതാണ്. അതിൻ്റെ കാതലായ രാഷ്ട്രീയം, ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ഈ വിമർശകർക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്ന നീക്കമാണോ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. ചിത്രാഞ്ജലിയിലടക്കം അതിൻ്റെ റീ എഡിറ്റ് വർക്കുകൾ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ സെൻസറിങ്ങിന് വേണ്ടി അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ സെൻസറിങ്ങിന് വേണ്ടി അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ ഈ സെൻസർ ബോർഡിനെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഇതിൻ്റെ സെൻസറിങ്ങിന് ശേഷം ചിത്രം തിയേറ്ററുകളിലെത്താൻ പോവുകയാണ് എന്ന് തീർച്ചയായും വ്യാഴാഴ്ചയാണ് മോഹൻലാലിന്റെ FB പോസ്റ്റ് പൃഥ്വിരാജും പങ്കുവെച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനപ്പുറം പൃഥ്വിരാജ് നേരിട്ട് വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ്. എന്തായാലും പൃഥ്വിരാജ് കൂടി ഈ മോഹൻലാലിന്റെ FB പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ടീമിന്റെ തീരുമാനം എന്നതായിരിക്കാം ഒരു പക്ഷേ പൃഥ്വിരാജ് അതിലൂടെ ഉദ്ദേശിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും വിവാദങ്ങളിൽ നിന്നും തൽക്കാലം പിന്നോട്ട് പോവാൻ എമ്പുരാൻ ടീം ശ്രമിക്കുന്നു, ഖേദപ്രകടനം നടത്തുന്നു എന്നതാണ് പശ്ചാത്തലം. പക്ഷേ ഈ ഖേദപ്രകടനം റീ എഡിറ്റിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ എത്ര കണ്ട് മാറ്റം വരുത്തി എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും ഒരു ജിജ്ഞാസയും ഉണ്ടാക്കുകയാണ്. അങ്ങനെയെങ്കിൽ തിയേറ്ററിൽ വീണ്ടും എത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായി അത് മാറുകയുമാണ്. സജിത്ത്, ഇപ്പോൾ പൃഥ്വിരാജ് കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത സാഹചര്യത്തിൽ പൃഥ്വിരാജ് പ്രത്യേകമായി ഈ വിഷയത്തിൽ മറ്റൊന്നും പറയേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ല എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ മോഹൻലാൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് തന്റെ നിലപാട്. മറ്റൊന്നും തനിക്ക് പ്രത്യേകമായി കൂട്ടിച്ചേർക്കാനില്ല എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കേണ്ടേ?
തീർച്ചയായും അത് ആര്യ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ മോഹൻലാൽ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന സൂചന കൂടി പൃഥ്വിരാജിന്റെ ആ നീക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആര്യ സൂചിപ്പിച്ച കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് അതിനെ കാണാൻ കഴിയുക. കാരണം മോഹൻലാലിന്റെ പോസ്റ്റ് അതേപടി പങ്കുവെക്കുന്നതിലൂടെ അതിനപ്പുറം ഞാൻ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന സൂചന കൂടി പൃഥ്വിരാജ് പറയുന്നുണ്ട്. പൃഥ്വിരാജാണല്ലോ ഏറ്റവും അധികം ആരോപണ വിധേയൻ. മാത്രമല്ല, ഒരു സിനിമ വിവാദത്തിൽപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ട വ്യക്തി സംവിധായകനുമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് പൃഥ്വിരാജ് തയ്യാറാവുന്നില്ല എന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് വീഴ്ച മോഹൻലാലിനപ്പുറം അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറ്റെടുക്കുന്നതിനപ്പുറം ഇക്കാര്യത്തിൽ താൻ പ്രതികരിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ, ഒരു പ്രതീതി പൃഥ്വിരാജ് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അതാവണം അദ്ദേഹത്തിന്റെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇതിനിടയിൽ ഒരു പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. മോഹൻലാൽ മാപ്പ് പറഞ്ഞതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അതുതന്നെയാണല്ലോ വേണ്ടത്, തെറ്റു ചെയ്തവൻ മാപ്പ് പറയണം, അതാണല്ലോ ഭാരതീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ്. പൊതുവിൽ ഈ മോഹൻലാലിൻ്റെ മാപ്പ് പറച്ചിൽ, ഖേദപ്രകടനം അത് പൊതുവിൽ വിമർശകർ സ്വീകരിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ആ വാക്കുകളിൽ ഉള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിച്ച് ഈ സിനിമ മുന്നോട്ട് പോകുമോ? ഇതിൻ്റെ പ്രദർശനത്തിൽ ഇനി ആരൊക്കെ പങ്കാളികളാകും, അല്ലെങ്കിൽ പൂർണ്ണമായും ഇതിൻ്റെ വിവാദം ഇല്ലാതാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ആകാംക്ഷ ഉയർന്ന കാര്യം മറ്റൊന്നാണ്, റീ എഡിറ്റ് ഏതൊക്കെ ഭാഗം ഒഴിവാക്കുമെന്ന ചോദ്യമാണ്. ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത തിയേറ്ററുകളിലെ ആളുകൾ എത്തുന്നതിന് ഒരു കാരണമാക്കാൻ ഒരുപക്ഷെ ഈ റീ എഡിറ്റ് എന്ന തീരുമാനം കൂടി ഇടവെക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. കാരണം ആദ്യ സിനിമ കണ്ടവർക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്നറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റീ എഡിറ്റ് ചെയ്ത് ചിത്രം പുറത്തിറക്കുന്നതിനപ്പുറം ഔദ്യോഗികമായ എമ്പുരാൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു ഖേദ പ്രകടനം വന്നിരിക്കുകയാണ്. അത് മോഹൻലാൽ തന്നെ നടത്തിയിരിക്കുന്നു. ആ പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ട് ആ വാക്കുകൾ, ആ ഖേദപ്രകടനം ഏറ്റെടുക്കുകയാണ് പൃഥ്വിരാജും എന്നുള്ളതാണ്. എന്തായാലും ഈ ഖേദപ്രകടനം വന്നതിന് പിന്നാലെ തന്നെ വിമർശകർ അതിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന കാഴ്ചയും കാണുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണമാണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത്. മാപ്പ് പറയണം, അതങ്ങനെ തന്നെ ആകണമല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദങ്ങൾ കത്തുമ്പോഴും സിനിമ കാണാനില്ലെന്ന നിലപാടിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സത്യം വളച്ചൊടിച്ച് കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടും. സിനിമയിലെ ഒരു ഭാഗവും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സിനിമയായിട്ട് കാണണം. സിനിമേനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാനങ്ങനെ പോകണ്ടെന്ന് പറയും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനിത് ലൂസിഫറിൻ്റെ ഒരു സീക്വലായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാണ്, പോയി കാണണം. മോഹൻലാലിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ഇന്ന് ഇതെല്ലാം കണ്ട് അവരെന്നെ ഇത് മാറ്റുന്നുണ്ട്. 617 കട്ട്സും റീസെൻസർഷിപ്പിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ ആഗ്രഹമില്ല, അത്ര. അതേസമയം എമ്പുരാനെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിച്ചതാണ് ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ്. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നു. ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് സംഘപരിവാറിന്റെ ശീലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും കലാസൃഷ്ടിയുടെ ഉള്ളടക്കം തിരുത്തിക്കുന്നത് ഭീരുത്വമാണ്. എമ്പുരാനും അണിയറ പ്രവർത്തകർക്കും ഒപ്പമെന്നും VD സതീശൻ കുറിച്ചു. അതേസമയം തന്നെ എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വെല്ലുവിളികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് EP ജയരാജൻ പ്രതികരിച്ചു. ഒരു സിനിമയെ അതിന്റെ സത്ത തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും സെൻസറിങ്ങിന് വിധേയമാക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭീരുത്വത്തിന് തെളിവാണെന്നും EP പറഞ്ഞു. മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെ കേന്ദ്രീകരിച്ച അന്വേഷണം. പ്രതി ചേർക്കുമെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. മേഘയുടെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചു. വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് പിന്മാറിയതാണ് മേഘയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരിക്കുമ്പോൾ 80 രൂപ മാത്രം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മേഘയെ
സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മലപ്പുറം എടപ്പാളിലെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. മേഘയുടെ ബാങ്ക് അക്കൗണ്ടും ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു. മരിക്കുന്നതിന് മുൻപുള്ള ദൈർഘ്യമേറിയ കോൾ സുഗാന്തിന്റേതാണെന്ന് പോലീസ് പറയുന്നു. അതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പത്തനംതിട്ടയിലെ വീട്ടിലെത്തി മേഘയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളൊക്കെ പറഞ്ഞത് കേട്ടു, മനസ്സിലാക്കി. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പരക്കെയുള്ള എല്ലാവരുടെയും സംശയം തന്നെയാണ്. സെൻട്രൽ IBയിൽ അതിനൊരു ഫാസ്റ്റ് ഡ്രൈവ് മൊഡാലിറ്റി എന്താണെന്നുള്ളത് അമിത്ഷാജിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അവിടുന്ന് ഒരു നീക്കം ആണ് ഒരുപക്ഷെ ഓവർ റൂൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിൽ മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വെളിപ്പെടുത്തൽ. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നത് 47-കാരി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ഷൈനി അന്തസ്സുള്ള പെണ്ണാണെന്നും അതുപോലെ ആത്മഹത്യ ചെയ്യാനാണ് ഭർത്താവ് ജോമോൻ പറഞ്ഞതെന്നും വീട്ടമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. വിദേശത്ത് വർഷങ്ങളായി കുടുംബത്തിനു വേണ്ടി ജോലി ചെയ്ത വീട്ടമ്മയ്ക്കും 2 പെൺമക്കൾക്കുമാണ് ഭർത്താവ് പേരൂർ സ്വദേശി ജോമോന്റെയും ഭർത്തൃമാതാവ് മറിയാമ്മ ജോണിന്റെയും ക്രൂരത നേരിടേണ്ടി വന്നത്. ജോമോൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം. അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല. അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത്. പരാതിയെ തുടർന്ന് ഇരുവരെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി ഉത്തരവ് പ്രകാരമാണ് വീട്ടമ്മ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നത്. ഈ സമയത്താണ് മാതാവിന്റെ പീഡനം. ചൂടുകാലത്ത് വൈദ്യുതി വിച്ഛേദിച്ചും ഉപദ്രവിക്കും. ഇത് ചോദ്യം ചെയ്തപ്പോൾ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു മാതാവിന്റെ മർദ്ദനം. എന്നെ മോളെ ഒരു റൂമിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് DV ഒക്കെ കിട്ടിയതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. എന്നും വഴക്കുണ്ടാകുന്നു. അന്ന് വന്ന് കറണ്ട് ഓഫ് ചെയ്യും അമ്മ. 19-കാരിയായ മൂത്ത മകളെയും പിതാവ് വെറുതെ വിട്ടില്ല. പിതാവിന്റെ മർദ്ദനത്തിൽ കഴുത്തിന് മുറിവേറ്റു. ഇക്കാര്യങ്ങൾ പെൺകുട്ടി തന്നെ വ്യക്തമാക്കുന്ന വീഡിയോയും ന്യൂസ് 18 ലഭിച്ചു. This is a daily routine. I got bruises all over my neck. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ലോൺ അടയ്ക്കാതിരുന്നപ്പോൾ ഭർത്തൃമാതാവ് വീട്ടമ്മയോട് പറയുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. പണം കിട്ടാത്തതിൽ മറിയാമ്മ ജോൺ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഞാനെ വിളിക്കാൻ കാരണം എന്നറിയാവോ, ജോമോനൊന്നും ബാങ്കിൽ പെട്ടി ലോൺ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അടച്ചില്ല, എന്റെ ഒരു പൈസ ഇല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. ക്രൂരമായ മർദ്ദനം നേരിട്ടിട്ടും കോടതി നടപടികൾ വൈകുന്നത് വീട്ടമ്മയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഷൈനിയെ പോലെ ആത്മഹത്യ ചെയ്തുകൂടെ എന്നാണ് വീട്ടമ്മയോട് ഭർത്താവിന്റെ ചോദ്യം. ഷൈനിയുടെ സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നത് ഷൈനിയെ കണ്ട അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിൻ്റെ അടിയിൽ പോയി. ജോമോന്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ. ഇത് എന്നെ പക്ഷെ ഇപ്പോഴും എൻ്റെ അവസ്ഥ ഏകദേശം ഷൈനിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടമ്മയോട് ഫലത്തിൽ കാണിക്കുന്നത്. എന്ത് പരിഹാരമാണ് സർക്കാരിന് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഇത്തരം മനുഷ്യരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് ഉപയോഗിച്ച് ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകണമെന്ന് KPCC സർക്കുലർ. പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം വേതന വർധനവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷന്റെ നിർദ്ദേശം.
നാളെ ആശമാർ സമരപ്പന്തലിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും. ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിൽ ആശമാർ നാളെ കൂട്ടമായി മുടിമുറിച്ച് പ്രതിഷേധിക്കും. ജില്ലകളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 50ലേറെ ആശമാർ മുടിമുറിക്കുമെന്നാണ് സമരസമിതി നൽകുന്ന സൂചന. അതേസമയം അനിശ്ചിതകാല നിരാഹാര സമരം 11 ദിവസം പിന്നിട്ടിട്ടും ആശമാരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ ഡോക്ടർമാരെ അയക്കാത്ത ആരോഗ്യവകുപ്പിന്റെ നടപടി മനുഷ്യത്വരഹിതമെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. നിരാഹാരം കിടക്കുന്ന ആളുകളുടെ ആരോഗ്യനില പരിശോധിക്കാൻ ഡോക്ടർമാരെ സർക്കാർ നിയോഗിച്ചിട്ടില്ല എന്നുള്ളത് അതിൽ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ഈ സമരത്തോട് കാണിക്കുന്ന അതേ ഒരു ക്രൂരമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലും സർക്കാർ കാണിക്കുന്നത്. ഇത് ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് ഉപയോഗിച്ച് ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകണമെന്നാണ് KPCC സർക്കുലറിലെ നിർദ്ദേശം. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് തീരുമാനമെടുക്കാം. കോൺഗ്രസ് ഭരണത്തിലുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം വേതന വർധന പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷന്റെ നിർദ്ദേശം. അതേസമയം KPCCയുടെ പ്രഖ്യാപനം നിയമ പോരാട്ടത്തിന് വഴിവെക്കാനാണ് സാധ്യത. നിയമപരമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിന് കഴിയില്ലെന്നാണ് സർക്കാർ വാദം. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഓംബുഡ്സ്മാനെ അറിയിക്കും. ഓംബുഡ്സ്മാന്റെ തീരുമാനത്തോട് സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് വരെ നിയമ പോരാട്ടം നീളാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടാം. ലഹരി വ്യാപനം ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടിയും രക്ഷിതാവും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന റീലുകൾ, സിനിമകൾ, സഭ്യേതര സംഭാഷണങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തണം. ലഹരിക്കെതിരെ സർക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വ്യാപനത്തിനെതിരെ വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇവയെ വേരോടെ അറുത്തുമാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ ആവണം, ഇത് നമുക്ക് കൂട്ടായി ആലോചിച്ച് കണ്ടെത്താനാവണം. വൻ ലഹരി വേട്ട. വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA-യുമായി പൊന്നാനി സ്വദേശി പിടിയിലായി. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാനായത്. ഇന്ന് പുലർച്ചെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പൊന്നാനി സ്വദേശി മുഹമ്മദ് നിഷാദ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെത്തി. മുഹമ്മദ് നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവയിൽ മുട്ടം മെട്രോ ലോഡ്ജിന് സമീപമായിരുന്നു രണ്ടാമത്തെ ലഹരിവേട്ട. കൊച്ചി ഡാൻസ് ഓഫും ആലുവ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വൈപ്പിൻ ഓച്ചന്തുരത്ത് പുളിക്കൽ വീട്ടിൽ ഷാജിയെ പിടികൂടി. ഇയാളുടെ പക്കൽ നിന്ന് 47 ഗ്രാം MDMA പിടിച്ചു. മലപ്പുറം വണ്ടൂരിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. 2 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശികളാണ് പിടിയിലായത്. മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ പോലീസും ചേർന്നാണ് വണ്ടൂർ കോഴിപ്പറമ്പിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. മലപ്പുറത്തെ എയ്ഡ്സ് സ്ഥിരീകരണത്തെ തുടർന്നുള്ള സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. സാധാരണ പരിശോധനകളെ തുടർന്ന് വ്യക്തമാകുന്ന രോഗസ്ഥിരീകരണം ജില്ലയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ്. ആശങ്ക ഉണ്ടാകുന്ന വിധം വാർത്തകൾ പ്രചരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ആരോഗ്യ പ്രവർത്തകർ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എയ്ഡ്സ് നിർമ്മാർജ്ജന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് സുരക്ഷ. രോഗസ്ഥിരീകരണമുണ്ടായ മേഖലയിലും ഇവർ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ലഹരിമരുന്ന് കുത്തിവയ്പ്പിലൂടെ എയ്ഡ്സ് പടർന്നത് ഇതുവരെ അഭിമുഖീകരിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിലെ അവസ്ഥ ആശങ്ക ഉണ്ടാക്കുന്നതല്ല. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഏതു മേഖലയിൽ പരിശോധന നടത്തിയാലും ഇതുപോലെ ഫലങ്ങൾ ലഭിക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു.
ഇതിലും നമ്മുടെ മലയാളീസ് അല്ല, നമ്മൾ അതിൻ്റെ ഡാറ്റ എടുത്ത് നോക്കിയാൽ അത് മലയാളികളല്ല കൂടുതൽ. ഇതിൽ കൂടുതൽ ഇതര സംസ്ഥാന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ട്, എല്ലാ കാറ്റഗറിയും. ഇത് പല സ്ഥലങ്ങളും മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ആളുകൾ ഫീൽഡിൽ ഇത്തരം ആളുകളുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ പുറകെ പോയി നമ്മൾ ഇവരെ കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റിയോണ്ടാണ് ഇത്രയും കേസുകൾ നമുക്ക് കിട്ടിയത്. മലപ്പുറത്ത് എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലവിലില്ല. ജില്ലയിലെ സാധാരണ പരിശോധനകളിൽ നിന്ന് ലഭ്യമാകുന്ന കണക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ്. മലപ്പുറം ജില്ലയിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രിവലൻസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ കേരളത്തിൽ നമ്മളുടെ ഒരു സ്റ്റേറ്റിൻ്റെ പ്രിവലൻസ് റേറ്റ് പറഞ്ഞാൽ 0.3 സംതിങ് വരുന്നുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിൽ 0.1 വരുന്നുള്ളൂ, അതിന് താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയ ജില്ലയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എയ്ഡ്സ് സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി തീർക്കുന്നുണ്ട്. മുൻപ് നടപടികളോട് സഹകരിച്ച പലരും ഇപ്പോൾ വിമുഖത കാണിക്കുകയാണ്. അടുത്ത ആഴ്ച പ്രദേശത്ത് താഴെത്തട്ടിൽ സർവേകളും പരിശോധനകളും വീണ്ടും ആരംഭിക്കുമെന്നും സുരക്ഷാ അധികൃതർ വ്യക്തമാക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ലഹരിക്കെതിരായ കർമ്മ പദ്ധതി ആവിഷ്കരിക്കാനുള്ള യോഗവേദിയിൽ ചിരി പടർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൂംബ ഡാൻസിനെ ജൂംബ ഡാൻസ് എന്ന് മുഖ്യമന്ത്രി ഉച്ചരിച്ചതും സദസ്സ് അത് തിരുത്തിയതുമാണ് ചിരി പടരാൻ കാരണം. സ്കൂളിൽ സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ വഴിയുണ്ടാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക്, വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിന്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താനും അതിന് പാട്ടിന്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. ഫലത്തിൽ ഇതിന് അധ്യാപകര് കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും ഈ എക്സസൈസ് എടുക്കണമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ, അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക, അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. കുട്ടിയൊരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കും. നല്ലോണം വേർക്കും, നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും. ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കുറുവ സംഘത്തിലെ കുപ്രസിദ്ധ മോഷ്ടാവും അപകടകാരിയുമായ സംഘാംഗം മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് രാമനാഥപുരം പരമക്കുടി സ്വദേശി കാട്ടുപൂച്ചനെ മധുരയിൽ നിന്നാണ് പിടികൂടിയത്. വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 10 വർഷം ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും മോഷണ കേസിൽ പിടിയിലാകുന്നത്. നാടിനെ ആശങ്കയിലാക്കിയ കുറുവ സംഘാംഗങ്ങളെ ഒന്നൊന്നായി പിടികൂടി അവസാന കണിയിലേക്കെത്തി സംസ്ഥാന പോലീസിന് അഭിമാനമാവുകയാണ് മണ്ണഞ്ചേരി പോലീസ്. കഴിഞ്ഞ നവംബർ മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മോഷണ പരമ്പരയിലെ അവസാന കണ്ണിയാണ് കട്ടുപൂച്ചൻ. ഏറ്റവും അപകടകാരിയായ കുറുവ സംഘാംഗം 2012 മാരാരിക്കുളത്ത് അമ്മയെയും മകളെയും വീട്ടിൽ കയറി ഉപദ്രവിച്ച് മോഷണം നടത്തിയ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത്. ആ കേസിൽ 18 വർഷം കഠിന തടവാണ് കട്ടുപൂച്ചന് ലഭിച്ചത്. പിന്നീട് കോവിഡ് കാലത്ത് ഇയാൾ ശിക്ഷാ ഇളവ് ലഭിച്ച് പുറത്തിറങ്ങി. എന്നാൽ വീണ്ടും കട്ടുപൂച്ചൻ മോഷണത്തിൽ സജീവമാവുകയായിരുന്നു. പുന്നപ്രയിൽ വീട് കയറി 2.5 പവൻ മോഷ്ടിച്ചു. രക്ഷപ്പെടുന്നതിനിടയിൽ പിടിക്കാൻ ശ്രമിച്ച കളരി അഭ്യാസിയായ യുവാവിനെ ആക്രമിച്ച് മൂക്കിന്റെ പാലം തകർത്തു. അതീവ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിയാണ് കട്ടുപൂച്ചനെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. സന്തോഷ് സെൽവം ഉൾപ്പെടെ ആലപ്പുഴയിലെത്തിയ മുഴുവൻ കുറുവ സംഘാംഗങ്ങളെയും മണ്ണഞ്ചേരി CI ടോൾസന്റെ നേതൃത്വത്തിലുള്ള ടീം അതിസാഹസികമായാണ് പിടികൂടിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള ഈ പ്രതി, അതായത് ഈ കട്ടുച്ചൻ എന്നറിയപ്പെടുന്ന ഈ പ്രതി, ഇയാൾ 18 വർഷത്തോളം ഇയാൾ കഠിന നടപടി ശിക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഇളവ് നൽകി അയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇതും വളരെ സാഹസികമായിട്ട് ആണ് അവിടെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി
മണ്ണഞ്ചേരി പോലീസ് വീണ്ടും സംസ്ഥാനത്തിന് ആശ്വാസം പകരുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ കുറുവ ഓപ്പറേഷനിൽ ഉൾപ്പെട്ട പ്രതികളെ നവംബറിൽ ഭീതി പടർത്തിയ പ്രതികളുടെ അവസാന കണ്ണി എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണമാണ് കട്ടുപൂച്ചന്റെ രീതി. ആലപ്പുഴയിൽ നിന്ന് ഇയാൾ കോട്ടയത്തും തൃശൂരും എത്തിയിരുന്നു. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് പിടികൂടാനായത്. തമിഴ്നാട്ടിൽ നിലവിൽ 2 കേസുകളുണ്ട്. കഴിഞ്ഞ 26 മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കട്ടുപൂച്ചൻ ഇന്നലെ പിടിയിലാകുന്നത്. മണ്ണഞ്ചേരി CI ടോൾസനെ കൂടാതെ ASI ഉല്ലാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജഗദീഷ്, ഷൈജു, രജീഷ് എന്നിവരുൾപ്പെടുന്നതായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ടീം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കുട്ടി ക്രിക്കറ്റ് പൂരം. IPL ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹിയും ഹൈദരാബാദും ഏറ്റുമുട്ടും. ആദ്യ 2 മത്സരങ്ങളിൽ 1 ജയവും 1 പരാജയവുമായാണ് ഹൈദരാബാദ് ഡൽഹിക്കെതിരെ പോരിനിറങ്ങുക. അതേസമയം ആദ്യ മത്സരം വിജയം തുടരാനാണ് ഡൽഹി ഇറങ്ങുക. വൈകിട്ട് 3:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നത്തെ 2ാം മത്സരത്തിൽ ചെന്നൈയും രാജസ്ഥാനും തമ്മിലാണ് പോരാട്ടം. ആദ്യ 2 കളികളിലും തോൽവി ഏറ്റുവാങ്ങിയ രാജസ്ഥാൻ നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. അതേസമയം ബാറ്റർമാരുടെ ഫോം ഇല്ലായ്മയാണ് ചെന്നൈയുടെ തലവേദന.